ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒടുവിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ വാദങ്ങളൊക്കെ അംഗീകരിച്ച് ചർച്ചയ്ക്ക് തയ്യാറാവുകയും രണ്ടു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും അതുമുണ്ടായേക്കും. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ എത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, നമ്മുടെ INS വിക്രാന്ത് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ഒരുക്കി കറാച്ചിയെ പൂർണ്ണമായും തകർക്കുവാൻ ഇന്ത്യൻ നാവികസേന സന്നദ്ധമായിരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് വളരെ ഏതാണ്ട് ഇന്ത്യയുടെ സൈനിക സന്നാഹങ്ങൾ അത്രയേറെ നമ്മൾ മെച്ചപ്പെടുത്തിയിരുന്നു എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകൾ സൈന്യം തന്നെ ഏതാണ്ട് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. കറാച്ചിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ INS വിക്രാന്ത് ധാരാളം ബോംബർ വിമാനങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മിസൈലുകളുമൊക്കെ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മീഡിയം റേഞ്ച് മിസൈലുകളും ഷോർട്ട് റേഞ്ച് മിസൈലുകളും INS വിക്രാന്തിൽ ഘടിപ്പിച്ചിരുന്നതായും അതുപോലെ തന്നെ INS സുശീലിൽ അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കിയതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇവയൊക്കെ പ്രധാനമായും പാകിസ്ഥാൻ്റെ മുഴുവൻ നാവിക ശേഷിയെയും തകർക്കുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ പല സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന പല മിസൈലുകളെയും കണ്ടെത്തുവാൻ പോലും പാകിസ്ഥാൻ്റെ റഡാറുകൾക്ക് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശക്തമായ മറുപടി കൊടുത്തപ്പോൾ 2-3 ദിവസം നമ്മൾ നടത്തിയ ആക്രമണത്തിൽ തന്നെ പാകിസ്ഥാൻ്റെ നടു ഒടിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ പ്രധാനമായും ഉന്നം വെച്ചത് പാകിസ്ഥാനിലെ ഭീകരരെ വകവരുത്താനാണ്. അതേതാണ്ട് പൂർണ്ണമായും ലക്ഷ്യം കണ്ടു. പിന്നീട് നമ്മൾ നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെയും നമ്മുടെ മിലിറ്ററി സംവിധാനത്തിനെതിരെയും പാകിസ്ഥാനിൽ നിന്ന് ആക്രമണം ഉണ്ടായപ്പോൾ വലിയ പ്രത്യാക്രമണമാണ് നടത്തിയത്. ആ പ്രത്യാക്രമണത്തിൻ്റെ പല വാർത്തകളും നമ്മൾക്ക് പുറത്തേക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത്രയേറെ സ്വാധീനമുണ്ടാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യ അവരുടെ പ്രധാനമായിട്ടുള്ള നാവികശേഷിയെയും വ്യോമശേഷിയെയും കൃത്യമായി മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. വ്യോമ പാതകളെല്ലാം തന്നെ, പ്രത്യേകിച്ച് അവരുടെ ലോഞ്ചിങ് പാഡുകളെല്ലാം തന്നെ ഇന്ത്യ തകർത്തു എന്നുള്ളതാണ്. അവരുടെ പ്രതിരോധ സംവിധാനവും പൂർണ്ണമായും ഇന്ത്യയെ തകർത്തു എന്നുള്ളതാണ്, വ്യോമ പ്രതിരോധ സംവിധാനം. അപ്പം അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ആക്രമണത്തിന് തയ്യാറെടുക്കുവാനോ വേണ്ടത്ര രീതിയിൽ ഇന്ത്യയെ ലൊക്കേറ്റ് ചെയ്ത് ആക്രമിക്കുവാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനവും ഏറെ ശക്തമായിരുന്നു. S-400 ഉപയോഗിച്ചുള്ള നമ്മുടെ സുദർശൻ 400 ഉപയോഗിച്ചുള്ള ശക്തമായ പ്രതിരോധം അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തിരിച്ചടിയാണ് നൽകിയത്. അതുമാത്രമല്ല, വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള ചില പ്രത്യാക്രമണങ്ങൾ പാകിസ്ഥാനിൽ വളരെ ആഴത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഏതാണ്ട് 100-ലധികം ഭീകരരെയും അതുപോലെ തന്നെ 50-ലധികം സൈനികരെയും വധിച്ചിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യ എത്രത്തോളം ശക്തമായ ആക്രമണമാണ് അവിടെ നടത്തിയത് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമാണ് അവരുടെ ആണവായുധ സൂക്ഷിച്ചിരുന്ന ചില കേന്ദ്രങ്ങളിൽ, പാകിസ്ഥാൻ ആണവായുധം സൂക്ഷിച്ചിരുന്ന ചില കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള എയർബേസുകൾ ഇന്ത്യ ആക്രമിച്ചുവെന്നും അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയത് ബ്രഹ്മോസ് മിസൈലായിരുന്നുവെന്നും ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ പ്രത്യാക്രമണത്തിൽ അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിന് ചില കേടുപാടുകളൊക്കെ സംഭവിച്ചിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ് എന്ന് ഉറപ്പില്ല, കാരണം സൈന്യം ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും ശക്തമായ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ശേഷമാണ് പാകിസ്ഥാൻ ആകെ വിറളി പിടിക്കുകയും ഒടുവിൽ അവിടുത്തെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യയുടെ സമാധാനപൂർണ്ണമായ പ്രതികരണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഈ വെടിനിർത്തലിന് വേണ്ടിയും ഇന്ത്യയോട് സംസാരിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താനാണ് ഇതിനൊക്കെ മുൻകൈയെടുത്തതെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ വളരെ വലിയൊരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയെന്നും വാണിജ്യവും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില സമ്മർദ്ദങ്ങൾ ചെലുത്തിയെന്നും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രണ്ട് രാജ്യങ്ങളും സമാധാനത്തിലേക്ക് വന്നത് എന്നൊക്കെയുമാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അമേരിക്കയും പാകിസ്ഥാനുമായിട്ടുണ്ടായിട്ടുള്ള ഈ പ്രശ്നത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലിനെ അംഗീകരിക്കുന്നില്ല എന്നും അതിലവർക്ക് യാതൊരു പങ്കുമില്ല എന്നും ഇത് പാകിസ്ഥാൻ്റെ അപേക്ഷയെ തുടർന്നാണ്
ഇന്ത്യ സഹകരിക്കാൻ തയ്യാറായിട്ടുള്ളത് അഥവാ വെടിനിർത്തലിന് തയ്യാറായിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, ജമ്മു കാശ്മീർ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിന് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് അല്ല എന്നും അത് പരിഹരിക്കപ്പെട്ട ഒരു വിഷയമാണെന്നും അവിടെ മറ്റൊരു ചർച്ചയും സാധ്യമല്ല എന്നും ഇന്ത്യ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ആകെയുള്ള നയത്തിൽ ഒരു ചുവടുമാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ ചുവടുമാറ്റം ഇന്ന് അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഒരാക്രമണം ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഭീകരവാദികളുടെ പക്ഷത്തു നിന്നാണെങ്കിൽ പോലും അതൊരു വലിയ ആക്രമണമായി എടുത്തുകൊണ്ട് ഇന്ത്യ യുദ്ധ സമാന സാഹചര്യമായി കണക്കാക്കി, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതായി കണക്കാക്കി ഇന്ത്യ നടപടിയെടുക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ നിലപാടുകൾ പാകിസ്ഥാനെ ഇപ്പോൾ ഏറെ ചിന്തിപ്പിച്ചിരിക്കുകയാണ്. കേവലം 3 ദിവസം നമ്മൾ അവരുടെ ശക്തി കേന്ദ്രത്തിൽ നടത്തിയ വളരെ സൈലൻ്റായ ആക്രമണത്തിന് ശേഷം ലോകം മുഴുവൻ അംഗീകരിക്കുകയാണ് ഇതൊരു പ്രിസിഷൻ സ്ട്രൈക്കായിരുന്നു. ഇത്രയേറെ കൃത്യമായി ആക്രമണങ്ങൾ മുൻപ് ഒരുപക്ഷെ ഇങ്ങനെ യുദ്ധസമാന സാഹചര്യത്തിൽ ഏതെങ്കിലും രാഷ്ട്രം നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. മാത്രമല്ല, ഇത്രയേറെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മുഴുവൻ കര നാവിക വ്യോമസേനകളും അവരെ മൂന്നും സംയോജിപ്പിച്ചുകൊണ്ട് അത്യാധുനിക ശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് കേന്ദ്രീകൃതമായ ഒരു ആക്രമണ പദ്ധതി രൂപപ്പെടുത്തിയത് ഒരുപക്ഷെ ചരിത്രത്തിൽ കുട്ടികൾക്ക് പോലും പഠിക്കാനുള്ള ഒരു മോഡലായി മാറും എന്നുള്ളതാണ്. കാരണം അത്രയേറെ കൃത്യതയോടുകൂടി മെഷേർഡ് അളന്നു കുറിച്ച് പ്രിസിഷനോടുകൂടി നമ്മൾ എസ്കലേറ്റിംഗ് ആയി, അതായത് അധികം വ്യാപിക്കാതെ തരത്തിലുള്ള പ്രത്യാക്രമണത്തിനാണ് നമ്മൾ ഊന്നൽ കൊടുത്തത്. അത് തന്നെയാണ് അവിടെ നടന്നതും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പലതരത്തിലുള്ള മിസൈലുകൾ ഉണ്ടെങ്കിലും ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് വളരെ അധികം ഇന്ത്യയുടെ ആ പേര് തന്നെ അറിയാമല്ലോ, ഇന്ത്യയുടെ ബ്രഹ്മപുത്രയെ അനുസ്മരിപ്പിക്കുന്നതും റഷ്യയുടെ മോസ്കോയെ അനുസ്മരിപ്പിക്കുന്നതുമായ 2 പേരുകൾ ചേർന്നുകൊണ്ടാണ് ബ്രഹ്മോസ് എന്ന പേര് തന്നെ വന്നിട്ടുള്ളത്. 2 പേരുടെയും സംയുക്തമായിട്ടുള്ള ഒരു പരീക്ഷണത്തിലാണ്, റിസർച്ചിലാണ്, ഗവേഷണത്തിലാണ് ഈ ആയുധത്തിന് രൂപം കൊടുത്തത്. അത് ധാരാളം അപ്ഡേഷൻസ്, മാറ്റങ്ങൾ ഇന്ത്യ വരുത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് അനുകൂലമായി അതിനെ ഒരുപാട് കസ്റ്റമൈസ് ചെയ്ത് ഇന്ത്യ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ബ്രഹ്മോസ് ഉപയോഗിച്ചത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തിരിച്ചടിയായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ പൂർണ്ണമായ എയർ ഡിഫൻസ് സിസ്റ്റത്തിലും പാകിസ്ഥാൻ്റെ ഓപ്പറേഷൻസിലും പൂർണ്ണമായ നിയന്ത്രണം അവർക്ക് പലപ്പോഴും നഷ്ടമായതായും അവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം പോലും ബ്രഹ്മോസ് വർഷിക്കപ്പെട്ടു എന്നുള്ള വാർത്തകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക പെട്ടെന്ന് ഇടപെട്ടതെന്ന് പറയപ്പെടുന്നു. എന്തായാലും മെയ് 9 രാത്രിയിൽ സംഭവിച്ച എന്തോ ഒന്നിൻ്റെ പേരിലാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് ഈ സമാധാന ചർച്ചകൾക്ക് വന്നിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. ആ എന്തോ ഒന്ന് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, കാരണം അത് സൈനികവുമായി ബന്ധപ്പെട്ട രഹസ്യമാണ്. എന്തായാലും പാകിസ്ഥാൻ ആ രാത്രി ഉറങ്ങിയിട്ടില്ല. പാകിസ്ഥാൻ അതിശക്തമായി വിരളി പിടിച്ച് ലോകരാഷ്ട്രങ്ങളുടെ സഹായം തേടുകയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ നാവികസേന പൂർണ്ണ സജ്ജമായിരുന്നു. സുശീലും INS വിക്രാന്തും പൂർണ്ണ സജ്ജമായിരുന്നു എന്നുള്ളതാണ്. അതിലൊരു മിസൈൽ പോലും തൊടുത്തിട്ടില്ല എങ്കിലും എല്ലാ മിസൈൽ വാഹിനികളും അന്തർവാഹിനികളും ഉൾപ്പെടെ ആണവ പോർമുന പോലും വഹിക്കാൻ കഴിയാവുന്ന മിസൈലുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചുകൊണ്ട് ഒരടി ഉണ്ടായാൽ നിമിഷ നേരങ്ങൾക്കകം പാകിസ്ഥാൻ്റെ ആകെ സൈന്യത്തെ തച്ചുടച്ചില്ലാതാക്കുവാൻ ശേഷിയുള്ള തരത്തിൽ ആണ് ഇന്ത്യ നാവികസേന വിന്യാസം നടത്തിയിരുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ അവയ്ക്ക് പല കാര്യങ്ങളും കണ്ടെത്താൻ പോലും, പാകിസ്ഥാൻ്റെ റഡാറുകൾക്ക് കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇന്ത്യ അധികം ഉപയോഗിക്കാതെ വളരെ ലിമിറ്റഡായി ഉപയോഗിച്ച ബ്രഹ്മോസ് മിസൈൽസിനെ തടുക്കുവാനോ അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ മനസ്സിലാക്കുവാനോ പാകിസ്ഥാന് വേണ്ടത്ര ഭംഗിയായി കഴിഞ്ഞില്ല എന്നും അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇന്ത്യ കൃത്യമായ വിവരശേഖരണം നടത്തിയാണ് പ്രത്യാക്രമണം നടത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാനിൽ അത് വളരെ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയതെന്നും പാകിസ്ഥാൻ ആകെ ഭയപ്പെട്ടിരുന്നു എന്നും അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സഹായത്തിനായി ഒടുവിൽ അമേരിക്കൻ സഹായം ആവശ്യപ്പെട്ടതെന്നും ഈ പ്രശ്നം പരിഹരിക്കുവാൻ അവർ ശ്രമിച്ചതെന്നും ഉള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇന്ത്യയുടെ വളരെ കൃത്യതയോടുകൂടിയുള്ള ആക്രമണ പദ്ധതികൾ ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ എത്രയും പെട്ടെന്ന് പാകിസ്ഥാനെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ച് ഈ യുദ്ധം ഒഴിവാക്കുന്നതിന് 2 രാജ്യങ്ങളും തമ്മിൽ സമാധാന കരാർ ഉണ്ടാക്കുന്നതിനുള്ള കാരണമായി തീർന്നതായി പറയപ്പെടുന്നു. അല്ലാതെ
ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടല്ല ആ വാർത്തകൾ പരിപൂർണമായി നമ്മുടെ പ്രധാനമന്ത്രി നിഷേധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാന് മുകളിൽ സമ്മർദ്ദം ചെലുത്തിയേക്കാം. അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിൽ ഭൂകമ്പം കൊണ്ടാണോ അതോ ഇന്ത്യയുടെ മിസൈൽ സമീപത്ത് പതിച്ച് ആണോ എന്താണെന്നറിയില്ല, ലീക്കേജ് ഉണ്ടായെന്നും അത് തടയുന്നതിന് വേണ്ടി അമേരിക്കയിൽ നിന്ന് ഒരു പ്രത്യേക വിമാനം, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ, ആണവ വികിരണങ്ങളൊക്കെ പുറത്തു വന്നാൽ അത് തടയുന്നതിന് വേണ്ടിയുള്ള അവരുടെ എമർജൻസി ഓപ്പറേഷൻസ് നടത്തുന്ന ഒരു വിമാനമുണ്ട്. അതുമൊക്കെയായി അവിടുത്തെ വിദഗ്ധരെയും വഹിച്ചുകൊണ്ട് ആ വിമാനം പാകിസ്ഥാൻ്റെ സമീപത്തുകൂടി പോയതായിട്ടും ഒക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും അത് മാത്രമല്ല, അത് നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മളത് പറയുന്നത് ശരിയല്ല. കാരണം നമ്മളത് പറഞ്ഞാൽ നമ്മളവിടെ ആക്രമണം നടത്തിയെന്നാകും. നമ്മൾ ഒരിക്കലും അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ആണവ കേന്ദ്രത്തിൽ ആക്രമണം നടത്തുന്ന ഒരു രാജ്യമല്ല ഭാരതം. പിന്നെ പാകിസ്ഥാനെ അടിയറവ് പറയിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള ശ്രമങ്ങളിൽ എത്രത്തോളം നമ്മുടെ സേനകൾ വിജയിച്ചു എന്നുള്ളത് 3 ദിവസങ്ങൾക്കുള്ളിൽ, കേവലം 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ സമാധാന സന്ധി ചർച്ചകൾക്ക് എത്തിച്ചേർന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. എന്തായാലും നല്ലൊരു നാളേക്ക് വേണ്ടി ഇന്ത്യ നടത്തിയിട്ടുള്ള ഈ മുന്നേറ്റങ്ങൾ ഒരുപക്ഷെ പാകിസ്ഥാനിൽ നിന്ന് നിരന്തരമായി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഹീനമായിട്ടുള്ള ഭീകര ആക്രമണത്തിന് കുറെയെങ്കിലും ഒരു ശമനം ഉണ്ടാക്കും എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ കഴിയൂ. കാരണം ഇപ്പോഴും പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായൊരു ഭരണ സംവിധാനമല്ല. അവിടെ ഇപ്പോഴും വർഗീയവാദവും തീവ്രവാദവും മിലിറ്ററി സൈന്യങ്ങളുടെ അഴിമതിയിൽ നിറഞ്ഞ ഭരണവും ഒക്കെ കൂടിക്കുഴഞ്ഞു കലർന്ന ഒരു ഭരണ സംവിധാനമാണ് അവിടെ ഉള്ളത്. അതിനെന്നാണോ ഒരു മാറ്റം വരുന്നത്, ജനകീയ നന്മയും വികസനവും എന്നാണോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മാറ്റം അവിടെ ഉണ്ടാകുന്നത്, അന്ന് മാത്രമേ പാകിസ്ഥാനുമായിട്ടുള്ള സഹകരണത്തിൽ ഒരു ഗുണം ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. എങ്കിലും അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ നിർത്തുന്നു.